ADGPയെ തൊട്ടാൽ പൊള്ളും. അതാർക്കൊക്കെ പൊള്ളും എന്ന് എനിക്കറിയില്ല. അപ്പം EN മോഹൻദാസ് ഒന്നും വല്ലാതെ പതറണ്ട. ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവടക്കാൻ കൊടുക്കും. രാപ്പകലും RSSന് വേണ്ടി പ്രവർത്തിക്കുക. ഈ ജില്ലയിൽ ഈ കമ്മ്യൂണിറ്റിയെ തകർക്കാൻ EN മോഹൻദാസ് എന്നെ വാൺ ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ നയേ ഇത്തരത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിന്റെ ഫണ്ട് കൊടുക്കലല്ല. അതുകൊണ്ട് നിങ്ങളത് നിർത്തണം. ഈ RSS ആയി എന്നെ ചിത്രീകരിക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹം സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാട് ആണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നത്. തീവ്ര വർഗീയത പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, മുസ്ലിം വികാരമുണ്ടാക്കി, മുസ്ലിങ്ങളെയാകെ CPM-നെതിരാക്കി മാറ്റുന്നതിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അൻവറിന്റെ ഈ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കൊണ്ടൊന്നും CPM-ന് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചു കളയും എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിരട്ടലിന് മുന്നും അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിക്ക് മുന്നിൽ തളർന്നു പോകുന്ന ആളുകളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും. ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണം അവസാനിപ്പിച്ചേ മതിയാവൂ എന്നു പറഞ്ഞാണ് അൻവർ പടയെടുത്തത്. പക്ഷെ അൻവറിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പാതിയിൽ കലഹിച്ച് അൻവർ ഇറങ്ങിപ്പോവുന്നു. പാർട്ടി അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു. ശേഷം നടക്കുന്നത് അപ്രതീക്ഷിതമായ ചില വികാസങ്ങളാണ്. അൻവർ കൂടുതൽ പാർട്ടിയോട് കണിശ സ്വഭാവമുള്ളതോ പരിധി കവിഞ്ഞതോ ആയ വിമർശനം ഉന്നയിക്കുന്ന ഒരാളായി മാറുന്നു. പാർട്ടി അദ്ദേഹം എല്ലാ അർത്ഥത്തിലും തള്ളിപ്പറയുന്നു. പാർട്ടിയും അദ്ദേഹത്തെ പറയുകയും തീവ്രവാദത്തിന്റെ കൂടാരത്തിൽ ചെന്നു പതിച്ചയാൾ എന്നാക്ഷേപിക്കുകയും ചെയ്യുന്നു. അൻവറുമായിട്ടുള്ള യുദ്ധത്തിൽ അവസാനിക്കുന്നതാണോ ഇതിന്റെ മൗലിക പ്രശ്നം എന്ന ചോദ്യം അവിടെ ഉണ്ട്. അൻവറിനെ തള്ളിപ്പറഞ്ഞാൽ, അൻവറിനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ, അൻവറിനെ തീവ്രവാദ കൂടാരത്തിൽ ചെന്നുപെട്ടയാൾ എന്നാക്ഷേപിച്ചാൽ മൗലികമായ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം, ആത്യന്തിക പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? അൻവറിനെ പുറത്താക്കിയതുപോലെ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ ഈ പാർട്ടിക്ക് കഴിയാത്തതെന്തെന്ന ചോദ്യം ഇപ്പോഴും മുഴച്ചു നിൽക്കുകയല്ലേ? സംസ്ഥാന ഭരണത്തിലെ പ്രധാനപ്പെട്ട ഓഫീസർ RSSന്റെ ആളുകളെ അടിക്കടി കാണുന്നത് എന്തേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഈ വിവാദത്തിന് തിരശ്ശീലയിടാൻ CPM-ന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞെന്ന് തോന്നിയാൽ അത് വ്യാമോഹമായി മാറില്ലേ? CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അജിത് കുമാർ പദവിയിൽ ഉണ്ടാവില്ല. സംഘബന്ധുക്കളെ കൊണ്ടു നടക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനില്ല എന്ന്. അതേ ചോദ്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അത് CPI-യുടെ അഭിപ്രായമല്ലേ എന്ന് പറഞ്ഞൊഴിഞ്ഞു പരിമിതനാകുന്നു CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. സത്യത്തിൽ RSS-ഉമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇങ്ങനെ പരിമിത മുഖഭാവത്തോടെ മുഖം കുനിച്ച് നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് CPM-ന്? ആ ചോദ്യം ഇപ്പോഴും ഈ നിമിഷത്തിലും പ്രസക്തമാണ്. നമ്മളത് സംസാരിക്കുകയാണ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീ ജി ലൂക്കോസ് ഉണ്ട്. CPIM-ന്റെ പ്രതിനിധികൾ ഇന്ന് പങ്കെടുക്കുന്നില്ല. അവർ പുഷ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാനലിസ്റ്റുകളെ അയക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചത്. ഒപ്പം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഉമേഷ് ബാബു നിരീക്ഷകൻ, ഒപ്പം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം രജി ലൂക്കോസ്, അൻവറുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങളെ മാറ്റി നിർത്തിയാൽ അൻവർ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ ഇപ്പോഴും ഈ പാർട്ടി പരാജയപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണ റിപ്പോർട്ടുകളെക്കുറിച്ചല്ല എൻ്റെ ചോദ്യം. ADGPക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന CPI-യുടെ ഖണ്ഡിതമായ നിലപാട് ആവർത്തിക്കാൻ കഴിയാത്ത വിധം CPM ചുരുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? CPM ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ മുമ്പിൽ ചുരുങ്ങി നിൽപ്പില്ല. എനിക്ക് ആദ്യം പറയാനുള്ളത്, അയ്യേ കഷ്ടമെന്ന PV അൻവറിനെ പോലൊരു മനുഷ്യൻ ഒരു ജില്ലയിലെ വിജയാഹാനായിട്ട് ശ്രമിച്ച് കടുത്ത വർഗീയ വിഷം വിളമ്പി കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലെ മലിനമനസ്സുമാക്കിയപ്പോൾ അത് വാർത്തയാക്കി ചമച്ച് നിങ്ങളെപ്പോലെയുള്ളവരെ ഗതികേട് ഓർത്ത് വിഷമം തോന്നുക. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾ 8 വർഷം അദ്ദേഹത്തിനെ ചുമന്നു. മതേതരത്തിൻ്റെ ഒരു മുഖംമൂടി അണിഞ്ഞ് തൻ്റെ കോൺഗ്രസ് പാരമ്പര്യവും നെഹ്റു പാരമ്പര്യമൊക്കെ പറഞ്ഞ് കേരളത്തിലെ വലിയ രീതിയിലുള്ളൊരു ഹീറോ പരിവേഷത്തിൽ ഒരു സഖാവെന്ന് സ്വയം വിളിച്ച് 8 വർഷക്കാലം നിയമസഭയിൽ അദ്ദേഹം CPM-ന് ചുമലിൽ നിന്ന് MLA ആയി. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സഖാക്കളൊക്കെ അദ്ദേഹത്തിനെ ആകാമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമാണ്. കാരണം മതേതര കേരളത്തിൻ്റെ ഒരു വലിയ കാവലാളിനെ പോലെ അഭിനയിച്ച ഈ മനുഷ്യന് ഞങ്ങൾ കൊടുത്ത ആ പിന്തുണ ഇന്ന് ലജ്ജ തോന്നുന്നു. ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞേ? ഒരുപക്ഷെ ഈ പാനലിസ്റ്റുകളായിട്ട് പങ്കെടുക്കുന്നയാളും
പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് നിഷാദും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ എന്താ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ സാത്വികനായ സകല മനുഷ്യരും അംഗീകരിക്കുന്ന മതത്തിനും ജാതിക്കും അതീതമായി രാഷ്ട്രീയത്തിനും അതീതമായി ബഹുമാനിക്കുന്ന NS മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര കഷ്ടമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭീകരമായ വർഗീയവാദിയും മതവാദിയെയും ഇന്നുമായിട്ട് പുറത്തു ചാടി. അതാണ് ഞാൻ പറഞ്ഞ കഷ്ടം എന്ന് പറയുന്നത്. ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ നിലമ്പൂരിലെ മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്നവർക്ക് ലജ്ജ തോന്നുന്നു. ഞങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുന്നു. ഇതുപോലൊരു മനുഷ്യൻ്റെ മുഖം മൂടി തുറന്നു കാണിക്കാൻ പറ്റിയൊരു പിന്നെ സ്കാനിങ് മെഷീൻ ഞങ്ങളുടെ ഇല്ലാതായിപ്പോയല്ലോ ഓർത്തി. ഇതല്ലേ എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. പിന്നെ CPM ആരുടെ മുമ്പിൽ ചുരുണ്ടുകൂടിയിരിക്കണം എന്നൊക്കെ പറയണത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? ഞങ്ങളെ സംബന്ധിച്ചോളം ഈ PV അൻവർ ഉയർത്തിയ കഴിഞ്ഞ 10-26 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അദ്ദേഹം ഉയർത്തിയ ചില ആരോപണങ്ങൾ, കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹം ആദ്യത്തെ പത്രസമ്മേളനം നടത്തിയ പിറ്റേ ദിവസം കോട്ടയത്ത് വെച്ച് പറഞ്ഞു അവർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കും. രാത്രി 9:20 9:05 അദ്ദേഹം GO പുറത്തുവിട്ടു. ഗവൺമെൻറ് ഓർഡർ DGP അന്വേഷിക്കാൻ പുറത്തുവിട്ടു. പിറ്റേ ദിവസവും അന്നും ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി. പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി. ഒരു അച്ചടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുയായി അല്ലെങ്കിൽ സഹയാത്രികൻ, ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചില കടമകളുണ്ടായിരുന്നു. എന്നിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നല്ലൊരു ഭാഗം ഇതേ ഉയർത്തുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് ആണല്ലോ എന്നൊരു മിഥ്യാധാരണയിൽ സർക്കാരിനെ അനുകൂലിച്ച് സർക്കാരിൻ്റെ സുദൃഢമായിട്ടുള്ള നടപടികളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ ഈ മനുഷ്യൻ്റെ ഉള്ളിലിപ്പ്, കേരളത്തിലൊരു വർഗീയ ഫാസിസ്റ്റ് മനോഭാവമുള്ള ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ വക്താക്കൾ പോലും ഇന്ന് വരെ പറയാത്ത രീതിയിൽ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചു മതേതര കേരളത്തിന് അപമാനം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങളെക്കുറിച്ച് നോക്കൂ. ആദ്യം അല്ലല്ല, അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അൻവർ ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അൻവർ മലപ്പുറത്തെ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണ് എന്ന് മുഖ്യമന്ത്രി ചാപ്പയടിക്കുന്നു. പിന്നെ അൻവർ വന്ന് നിങ്ങളെ ചാപ്പയടിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്പയടിക്കുന്നു. അത് മാറ്റിയെടുത്തു. നമ്മുടെ പ്രശ്നം വേറെയാണ്. അതായത് നിങ്ങൾ പറയുന്നു അന്വേഷണം നടക്കുകയാണ്, നിങ്ങൾ പറയുന്നു അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ച് നടപടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ. CPI എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നു അജിത് കുമാറിനെ ചുമക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനില്ലെന്ന്. അത് വളരെ തെളിച്ചമുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാത്തത് എന്താണ്? CPIയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ചുരുങ്ങാൻ എന്തുകൊണ്ടാണ്, എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു? എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നിലപാട് ആ കാര്യത്തിൽ CPM എടുക്കാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവായില്ല ഇപ്പോഴും. അത് പറയാതെ എങ്ങനെ ഇത് പൂർത്തിയാക്കുക? അല്ല, തീർച്ചയായിട്ടും ന്യായമായ ചോദ്യം. അവർക്കത് പറയാനുള്ള എല്ലാ ജനാധിപത്യ അവകാശമുണ്ട്. CPI ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. അവരിതിനു മുമ്പും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചില തുറന്ന സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. വസ്തുതകളെല്ലാം കഴിഞ്ഞ് അതിന് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർ തന്നെ അത് മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. അതിൽ ബിനോവിശ്വം പറഞ്ഞ ഒരു കാര്യം ഞാനും അടിയിൽവിട്ട് സമ്മതിക്കുന്നു, DYFI സമ്മതിക്കുന്നു, ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഉയർന്ന ആളുകളെല്ലാം സമ്മതിക്കുന്നുണ്ട്. RSSുമായിട്ട് ഐക്യത്തിലുള്ള എന്ന് സംശയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ചുമക്കേണ്ട ബാധ്യത CPMനും ഇല്ല, CPIക്കും ഇല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിനും ഇല്ല. പക്ഷേ അതിൻ്റേതായ ചില നിയമവശങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനം പോലെ ഒരു സർക്കാരിന് എടുക്കാൻ പറ്റത്തില്ല. പ്രീവാ ഫേസിൽ കുറ്റക്കാളിയിൽ നിന്ന് കണ്ടവർക്കെതിരെ കർശന നടപടി നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഈ വിഷയത്തിലിരിക്കുകയാണ്. ഇതേ പോയിന്റിൽ നമ്മൾ നിരന്തരം തർക്കിക്കുന്നു, ഞാനും താങ്കളുമായിട്ട് തന്നെ. ഒന്നാമത് നിങ്ങൾ അർത്ഥസത്യങ്ങൾ പറഞ്ഞ് വ്യാജങ്ങൾ പറഞ്ഞ് തലയുരാൻ നോക്കുകയാണ്. നോക്കൂ, രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യം പറയുമ്പോൾ സാങ്കേതികത പറയാതെ, സാങ്കേതികത അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. സാങ്കേതികപരമായിട്ടുള്ള അന്വേഷണം, നിയമപരമായ അന്വേഷണം നടക്കുമ്പോൾ ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യൂ, ഡിസ്മിസലൊക്കെ നിങ്ങൾ കൊടുക്കൂ. സസ്പെൻഷനെ കുറിച്ചോ ഡിസ്മിസലിനെ കുറിച്ചോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ എൻക്വയറി നടക്കുന്ന സമയത്ത് RSSകാരെ കണ്ട ഉദ്യോഗസ്ഥൻ ഈ സുപ്രധാന ചുമതലയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതിനൊരു തടസ്സവും ഇവിടെ ഇല്ല. അതിനെന്തെങ്കിലും ഒരു തടസ്സമുണ്ടെന്ന് റെജി ലൂക്കോസ് സ്ഥാപിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന ചുമതലയിലേക്ക് മാറ്റി നിയമിച്ചുകൊണ്ട് ഈ അൻവറിന്റെ അടക്കമുള്ള ഈ അൻവറിന്റെയും നിങ്ങൾ അൻവറിന്റെ കൂടെ ഉണ്ടെന്ന് ആക്ഷേപിക്കുന്ന ഈ തീവ്രവാദികളുണ്ടല്ലോ, അവരുടെയും വായടപ്പിക്കണം. അത് കഴിയാതെ RSS ബന്ധുവിനെ ചേർത്തണച്ചു പിടിച്ചിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിക്കുക, ഹിന്ദുത്വ രാഷ്ട്രീയ വർഗീയവാദികളുടെ പദ്ധതിക്ക് പണിയെടുക്കുന്ന ആളെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിലനിർത്തിയിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ അതിൽ പരമൊരു വൈരുദ്ധ്യവും പരിഹാസ്യതയും വേറെ എന്താണ്? അജിത് കുമാറിനെ മാറ്റിയിട്ട് വിളിക്ക് അൻവറെ തീവ്രവാദി എന്ന്. അല്ല,
എനിക്ക് സരസമായ ഒരു മറുപടി പറയാനുണ്ട്. ചാടിക്കയറി പരിപാടി ഒന്നും നിർത്തരുത് നിഷാദിനെ പോലെ മിടുക്കനായ ഒരു മാധ്യമപ്രവർത്തകരെ കേരളത്തിന് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്ര സാഹസത്തിലേക്കൊന്നും പോകണ്ട. വസ്തുതകൾ പറയുമ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉയർത്തണം. ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് CPM നന്നാക്കാൻ വേണ്ടി പറയുന്നൊരു പ്രയോഗം എന്താ അറിയോ? എന്തുകൊണ്ടാണ് ഇവിടെ പൂരം കലക്കൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച്, പ്രിയപ്പെട്ട നിഷാദെ, നിങ്ങൾ ചിന്തിക്കുക, അല്ലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഈ വിഷയത്തിൽ ഇയാളുടെ പങ്ക് ഉണ്ടെന്നുള്ള ആരോപണം വരുന്നതിന് മുമ്പാണ് ഇയാളെ ആ അന്വേഷണത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിട്ടില്ല, ആ റിപ്പോർട്ട് DGP അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ്റെ ഈ അജിത് കുമാറിൻ്റെ കീഴിലല്ല അന്വേഷണം നടക്കുന്നത്, അത് സംസ്ഥാനത്തിൻ്റെ DGPയുടെ ഡയറക്റ്റ് അണ്ടറിൽ അദ്ദേഹത്തിന് നേതൃത്വത്തിൽ അന്വേഷണം നടക്കണേ. ആ അന്വേഷണം ഒരു മാസത്തിന് ഉള്ളിൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഈ ഉദ്യോഗസ്ഥരെ TP സെൻകുമാറിൻ്റെ അനുഭവം മുമ്പിലുള്ളൊരു സർക്കാർ അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരു സ്ഥാനമാറ്റം കൊണ്ട് മാത്രം നടക്കത്തില്ല, അത് കർശനമായ നടപടിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവരെ ക്ഷമിക്കാതെ കണ്ട് ഈ CPM-നെ വേട്ടയാടാനും CPM-നെ നന്നാക്കാനും നിങ്ങൾ ഇറങ്ങുന്നത് കഷ്ടം എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിടാനായിട്ടല്ല, ഈ പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളെ അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല. മാമി തിരോധാന കേസിൽ അദ്ദേഹം കുറ്റവാളിയല്ല, സ്വർണം പൊട്ടിക്കൽ കേസിൽ അദ്ദേഹം കുറ്റവാളിയല്ല, മറ്റ് പല ആക്ഷേപങ്ങളിലും അദ്ദേഹത്തിനെതിരെ കുറ്റമില്ല, പൂരം കലക്കലിൽ അദ്ദേഹത്തിന് പങ്കാളിത്തവുമില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നതെങ്കിൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് നിങ്ങളുടെ വക്രീകരണമായിട്ടുള്ള ചോദ്യമാണ്. കാരണം വെച്ചാൽ കുറ്റം ചെയ്തു എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമുള്ള ഒരു IPS ഉദ്യോഗസ്ഥരെ, ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഈ പരാതിയുടെ പേരിൽ, അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരു പടി മുകളിൽ മലപ്പുറം ജില്ലയിൽ അധികകാലം വിന്യസിച്ച് അയാളുടെ സകല വൃത്തികേടുകൾക്കും അരുനിന്നു കൊടുത്ത ഒരു സർക്കാർ ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ സസ്പെൻഡ് ചെയ്തത്. എന്നിട്ട് അൻവർ ഓഡിയോ റെക്കോർഡ് ചെയ്തതിലുള്ള തൻ്റെ അരിശം, തൻ്റെ അസഹിഷ്ണുത ശ്രീ പിണറായി വിജയൻ രേഖപ്പെടുത്തുന്നു കൂടി കൊണ്ട് അതോർക്കണം. എന്തിനാണ് അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്തത്? ആരുടെ ഫോൺ റെക്കോർഡ് ചെയ്തതിനെ കുറിച്ചാണ്? സുജിത് ദാസ് എന്ന് പറയുന്ന ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു SP-യെ മാറ്റേണ്ടി വന്നതിൽ, നടപടിയെടുക്കേണ്ടി വന്നതിലുള്ള വേദന മുഴുവൻ പിണറായി വിജയൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതുകൂടി ഓർക്കണം. അല്ല, അത് വിട്ടേക്കൂ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അതായത് RSSകാരെ കണ്ടു എന്നതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ ലൈൻ എടുത്തുകൊണ്ടൊരു നടപടിയിലേക്ക് പോകാൻ, നടപടിയല്ല സ്ഥാനമാറ്റത്തിലേക്ക് പോകാൻ CPM ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. CPI നാണം കെടും. അങ്ങനെയൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, 122 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, 2 DYSP സഹിതമുള്ളവരെ പിരിച്ചുവിട്ടൊരു സർക്കാരാണ് 8 വർഷത്തിനുള്ളിൽ ഈ പിണറായി വിജയൻ സർക്കാർ. 202 പേര് പുറത്തേക്കുള്ള പാതയുടെ ഏതാണ്ട് അറ്റത്ത് വന്നു കഴിഞ്ഞു, അവർക്കെല്ലാം നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഗവൺമെന്റിന് ഒരു IPS ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ട് എന്ത് കിട്ടുന്നത്? നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ ശരിക്കും വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് CPM വേട്ടയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഒരു ദുർബലമായിട്ടുള്ള വാദം എന്നല്ലാണ്ട് അതിനപ്പുറം പിന്തുണ CPIM-ന്റെ തന്നെ സ്പേസിൽ നിന്ന് കിട്ടിയത് നമ്മൾ കണ്ടതാണ്. ലെഫ്റ്റ് സൊസൈറ്റി അതിനെ പിന്തുണച്ചിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അൻവർ തന്നെ പരിധി വിട്ടു പോവുകയും തിരിച്ചാക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിൽ അൻവറിനെ ഈ നിലയ്ക്ക് ആക്രമിക്കുക വഴി മെറിറ്റിനെ അട്ടിമറിക്കാൻ കഴിയും എന്ന് CPM വിചാരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അൻവർ കുഴപ്പക്കാരനാണ്, അൻവർ മതത്തിൻ്റെ വർത്താനം പറയുകയാണ്, അൻവറിന് വേറെ താല്പര്യമുണ്ട്, അൻവർ സംഘ് നരേറ്റീവ് ഏറ്റെടുക്കുകയാണ്, എങ്ങനെ പറഞ്ഞ് അൻവറിനെ ടാർണിഷ് ചെയ്യുക വഴി സത്യത്തിലുള്ള ദ കോർ ഇഷ്യൂവിനെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കളയാം എന്ന് CPM വിചാരിക്കുന്നുണ്ടാവുമോ? അത് വിജയിക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് അത് വളരെ കൃത്യമായി പറയണമെങ്കിൽ നമ്മൾ RSSകാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം. RSS എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ആധുനിക രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ ലീനിയർ ആയൊരു നറേറ്റീവ് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും, വലിയ വിഭാഗം ആളുകളും RSS വിരുദ്ധന്മാരാണ്. പക്ഷെ അവർക്ക് RSS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല. ഈ RSS വിരുദ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ മോഡേണിസ്റ്റ് പൊളിറ്റിക്സിന്റെ, ഈ ആധുനിക രാഷ്ട്രീയം മാത്രമേ അവർക്ക് അറിയുള്ളൂ. മോഡേണിസ്റ്റ് പൊളിറ്റിക്സ് ലീനിയർ നറേറ്റീവിലാണ്, നേർക്ക് നേരെ പോകും. എന്നാൽ RSS പ്രവർത്തിക്കുന്ന അങ്ങനെയല്ല. RSS വളരെ എന്താ പറയുക, ചാക്രിക ഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് തന്ത്ര പദ്ധതിയിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് നിങ്ങളെ ചുറ്റും ഒരു വലിയ വൃത്തം വരയ്ക്കുക ചെയ്യുക.
ഒരു വട്ടം നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കടന്നു നിന്ന് കഴിഞ്ഞാൽ വൃത്തം ചുരുക്കി 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 കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവർക്ക് നന്നായിട്ട് അറിയാം. അത് അവർ ഇന്ത്യ മുഴുവൻ പ്രയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ അതാണ് ഈ പിണറായി വിജയൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ RSS വൃത്തത്തിനകത്താണെന്നതിന് ഒരു 10,000 തെളിവ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഓരോ ദിവസം എടുത്താൽ. ഇപ്പോ MRI കുമാറിനെ കുറിച്ചാണല്ലോ പരാതി. ഒരു ലോക്നാഥ് ബെഹ്റ ഏത് വഴിക്ക് വന്നിട്ടാണ് ഈ റിട്ടയർമെന്റിന് ശേഷവും കേരളത്തിൽ ഒരു വലിയ പദവിയിൽ ഇരുന്നിട്ട് വലിയ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊരു കാര്യം നമ്മുടെ മാധ്യമപ്രവർത്തകർ മറന്നു പോകാമോ? ഏത് വഴിക്ക് വന്നതാ? അത് ഈ വഴിക്ക് വന്നതാണ്. അത് ഈ RSS വഴിക്ക് വന്നതാണ്. കാരണം RSSകാര് ഈ പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന മാതിരി, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രവർത്തിക്കുന്ന മാതിരി വളരെ സുതാര്യമായിട്ടും ഈ പറയുന്ന വലിയ ഒച്ചയും ഘോഷമൊന്നും ഉണ്ടാക്കിയിട്ടല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ അറിയാലോ, നിങ്ങൾ കോൺഗ്രസിനെ എടുത്തു നോക്കൂ, എന്തോ ഒരു ഒച്ചപ്പാടാണ്. അങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും അല്ല അവർ പ്രവർത്തിക്കാതെ, അവർ വളരെ 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 നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഈ പറയുന്ന കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയന് ചുറ്റും ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിനകത്താണ് പിണറായി വിജയൻ. അതുകൊണ്ട് നിങ്ങളല്ല, CPI അല്ല, കേരളത്തിലെ മാധ്യമങ്ങളല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും അൻവറിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളോടൊക്കെ പറയാം. ആരായിരുന്നു ഈ അൻവർ? പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തല്ല ഒരാൾ, കേരളത്തിലെ ഏറ്റവും മാന്യരായിട്ടുള്ള രാഷ്ട്രീയ ഈ പറയുന്ന മറ്റു പാളയങ്ങൾ നിൽക്കുന്നവരെ മുഴുവൻ നെറികെട്ടാക്രമിക്കാൻ ഉപയോഗിച്ച ആള്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ വളരെ മോശമായിട്ട്, അതാണ് മീഡിയ വണ്ണുകാർ മറക്കരുത്, കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നിലെ പത്രപ്രവർത്തകരൊക്കെ എങ്ങനെയാണ് ഈ അൻവർ ആക്രമിച്ചുകൊണ്ടിരുന്നത്? അതാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാള് അതായിരുന്നല്ലേ അൻവർ. ആ അൻവറിന് ഇപ്പൊ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തുവല്ലോ. എന്നിട്ട് അൻവറിന്റെ കൈയും കാലും വെട്ടു. അതും കൂടി ഈ പറയുന്ന എനിക്ക് മീഡിയ വണ്ണുകാരോട് പറയാനുണ്ട്. 2024 നടക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തന CPMകാര് ഈ ഇന്നലെ മുതൽ അൻവറിനെതിരായിട്ട് പ്രയോഗിക്കുന്നത്. ഒരാള് വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും ഒരു പാർട്ടി ഉപേക്ഷിച്ച് പോവുകയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കൈയും കാലും വെട്ടി പുഴയിൽ തള്ളും എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് നാട് മുഴുവൻ പ്രകടനം നടത്തുക എന്നുള്ളതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതെന്ത് രാഷ്ട്രീയ പ്രവർത്തന? എങ്ങനെയാണ് അൻവർ ഇത്ര പൊള്ളിക്കുന്നത്? ഇത്രയുമല്ല, ഈ പാർട്ടിയുടെ ഗോൾഡൻ ബോയ് ആയിട്ടുള്ള അൻവറിന് എപ്പോഴും ഒരു രാഷ്ട്രീയ പക്വത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലെ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും അൻവർ ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാണ് എന്ന തരത്തിൽ അയാൾ പറയില്ല. കാരണം അത് അയാൾക്ക് കിട്ടാവുന്ന ഒരു ആക്ഷേപമാണ്. ഒരു പക്വതയില്ലാത്ത ഒരാള്, ഇമ്പൾസീവായിട്ട് പെരുമാറുന്ന ഒരാള്, എന്തും പറയുന്ന ഒരാള്, എങ്ങനെയും പെരുമാറുന്ന ഒരാള്, അയാളെല്ലാം ഈ പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ ഇന്നലെ വരെ സംരക്ഷിച്ച് നടന്നത്. എത്ര ആഴ്ചയായി അൻവർ പത്രസമ്മേളനങ്ങൾ തുടങ്ങിയിട്ട്? ഇന്നലെയല്ലേ ഇവർക്ക് പ്രശ്നമായിട്ടുള്ളൂ. അപ്പോ ഈ അൻവറിനെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാല്, അൻവർ പോയി ഈ പറയുന്ന ഈ RSSന്റെ വൃത്തത്തിന് പുറത്ത് കടക്കാൻ ഇവരെ നിർബന്ധിക്കുക ചെയ്യുന്നത്. അത് നടപ്പുള്ള കാര്യമല്ല. ഇപ്പൊ ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ADGP അജിത് കുമാറിന് എന്തുമാത്രം ആത്മവിശ്വാസമുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾക്കെതിരെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലിട്ടപ്പോ അയാളുടെ കീഴുദ്യോഗസ്ഥന്മാരും അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ് അന്വേഷിക്കുന്നുള്ള വാദം നിങ്ങളൊക്കെ ഉന്നയിച്ചപ്പോ, പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചപ്പോ അയാൾ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ ആരും എനിക്ക് റിപ്പോർട്ട് ചെയ്യണ്ട. അയാൾക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. അയാൾ കുറച്ച് ദിവസം അവധി പോകാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല, ചില മാധ്യമങ്ങൾ ഉടനെ കഥയുണ്ടാക്കി. എന്താ കഥ? ഇയാൾ 3-4 ദിവസം അവധി പോവും, അത് കഴിഞ്ഞാൽ അതോടുകൂടി അയാൾ ഈ പദവി നീക്കം ചെയ്യപ്പെട്ടു, അയാളെ ലീവ് തുടരും എന്ന് പറഞ്ഞു. ഈ പറയുന്ന MRI കുമാർ ലീവ് റദ്ദ് ചെയ്തിട്ട് ഒരു ലീവ് എടുക്കാതെ ഈ പദവിയിൽ തുടരുക ചെയ്യുന്നത്. അത്ര ആത്മവിശ്വാസമുണ്ടോ അദ്ദേഹത്തിന്? അതാണ് ഈ ആത്മവിശ്വാസം CPMനില്ല. അതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യം. നിങ്ങൾ റെജി ലോക്കൂസിനെ പോലെ ഒരു CPMന്റെ CPMന്റെ ഔദ്യോഗിക നിലപാടൊന്നും പറയാൻ അത്ര ഉറപ്പില്ലാത്ത ഒരാളെ വെറുതെ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ? CPMന് ഒരു ഉറപ്പില്ല, CPIക്ക് ഉറപ്പുണ്ട്. കാരണം ചോദിച്ചാൽ CPIക്ക് ഈ പറയുന്ന ഈ ഒരു പ്രതിച്ഛായ വേണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന തൃശ്ശൂർ തോൽവിയിൽ വളരെ ഖിന്നരാണ്. ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്. ഇത്ര മോശമായി തോറ്റപ്പോ അവർക്ക് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് പറയുമ്പോഴും എന്തുമാത്രം ഷാർപ്പായിട്ട് അവർ പറയുന്നത്. ഒരു CK ചന്ദ്രപ്പന്റെ ഭാഷയുണ്ടോ അതില്? ഒരു വെളിയം ഭാർഗവന്റെ ഭാഷയുണ്ടോ അതില്? പോട്ടെ, ഒരു ആനി രാജയുടെ ഭാഷയുണ്ടോ CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക്? ഉണ്ടാവുകയില്ല. കാരണം നടക്കാനാവാത്ത ആവശ്യമാണ് കാരണം MRI കുമാർ തീരുമാനിച്ചാലേ അങ്ങേര് മാറുള്ളൂ.
അത്രയും ബന്ധമുണ്ട് RSSുമായിട്ട്. ഇടനിലക്കാർ ഒരുപാട് പേരുണ്ട് എന്ന്. യെസ്, അതുകൊണ്ട് CPM-ന് തീരുമാനമെടുക്കാൻ നിങ്ങളെന്താ കഴിയാത്ത ഒരു പറയുക, വിഷമഘട്ടം അവിടെ ഉണ്ട്. അത് ഡീകോഡ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ സമ്മർദ്ദത്തെ ഒറ്റ തീരുമാനം കൊണ്ട് മറികടക്കാൻ? ഒറ്റ കാര്യം കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, ദത്താത്രേയ ഹോസബോളെ എത്ര പേരെ കാണാറുണ്ട്? നിങ്ങൾ ആരെയും കാണുന്നതായി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ RSSന്റെ സർക്കാര്യവാഹക് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ, നമ്മുടെ ഭാഷയിൽ, ആധുനിക ഭാഷയിൽ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ. ഏറ്റവും വലിയൊരു സംഘടനയാണത്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എത്ര പേരെ കാണാറുണ്ട്? നിങ്ങൾക്കറിയാവോ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവോ എത്ര പേരെ കാണാൻ വേണ്ടി സന്നദ്ധരാവാറുണ്ട്? RSS വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് അങ്ങനെ പോയി കാണാനൊന്നും കഴിയില്ല. നിങ്ങൾ MN വിജയമാഷ് മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ, ഒന്നിലധികം പ്രസംഗങ്ങളിൽ പറഞ്ഞ കാര്യമുണ്ട്. 40കളുടെ ഒടുവിൽ, 50കളുടെ തുടക്കത്തിൽ ഒരു വിദേശ പത്രപ്രവർത്തകർ നാഗ്പൂരിൽ പോയിട്ട് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരണം, നിങ്ങളെ ഞങ്ങൾ പ്രസിദ്ധമാക്കാന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ സംഘം അവരോട് പറഞ്ഞ മറുപടി, ഞങ്ങളത് 2 വെടിയുണ്ട കൊണ്ട് വളരെ നിസ്സാരമായി സാധിച്ചതാണ് ഈ ലോകപ്രസിദ്ധി എന്നുള്ളത്. അങ്ങനെ ഒരു സംഘടനയാണത്. ദത്താത്രേയ ഹോസ്പിറ്റലുകളെ നിങ്ങൾക്ക് പോയി കാണാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കിയാട്ടെ, കേരളത്തിലെ വലിയ മാധ്യമപ്രവർത്തകരാരെങ്കിലും പോയി നോക്കട്ടെ, ഒരു അഭിമുഖം വേണമെന്ന് പറഞ്ഞിട്ട് കിട്ടുകയില്ല. പക്ഷെ അജിത് കുമാറിനെ കണ്ടിട്ടുണ്ട്, അജിത് കുമാർ സമ്മതിക്കുന്നുണ്ട്. നമുക്കറിയാലോ അയാൾ സംഭവിച്ച കാര്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതാണ് അയാൾക്ക് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നിഷാദെ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഈ സ്ഥലത്തുവാ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ബന്ധത്തിന്റെ തെളിവാണ്. അജിത് കുമാറിന് എന്ത് നേടാനാ ദത്താത്രേയ ഹോസ്പിറ്റലുകളെ കണ്ടത്? എന്താവശ്യത്തിനാ? അയാളെന്താ IPS-ൽ ഇനി അയാൾക്കുള്ള പ്രൊമോഷൻ ഒന്നും കിട്ടൂലേ? തടഞ്ഞു നോക്കൂലേ? അയാള് ഈ പറയുന്ന സെൻട്രൽ സർവീസ്, ഈ പറയുന്ന പേഴ്സണൽ ഇതിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ? അയാള് സീനിയർ ആയിട്ടുള്ള ഒരു സാധാ IPS ഓഫീസർക്ക് ദത്താത്രേയ ഹോസ്പിറ്റലിനെ പോലെ ഒരു RSSന്റെ ഡെപ്യൂട്ടി ചീഫ് സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടോ എന്ന സ്വാഭാവികമായ സംശയം അവിടെ നിർത്തുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ TP അഷ്റഫ് അലി, മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം. ശ്രീ TP അഷ്റഫ് അലി, അൻവർ തന്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഈയിടെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും അവർ പരസ്പരം രാത്രിയിൽ സഹകരിച്ചുകൊണ്ട് കോംപ്രമൈസ് പൊളിറ്റിക്സ് എടുക്കുകയാണ്. അൻവറിന്റെ പ്രധാനപ്പെട്ട ഉന്നങ്ങളിലൊന്നും മുസ്ലിം ലീഗിനെ തന്നെയാണ്. കാരണം ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അൻവർ സംസാരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതികൾക്ക് CPM അരിഞ്ഞു കൊടുക്കുന്നു എന്ന മട്ടിലൊക്കെ അദ്ദേഹം വർത്തമാനം പറയുന്നുണ്ട്. നിങ്ങൾക്കാവട്ടെ സുജിത് ദാസിന് അധിക സമയം അനുവദിച്ചതിലടക്കം CPM-നോട് പ്രശ്നമുള്ളവരുമാണ്. പക്ഷേ ഇപ്പോഴും RSSന്റെ സംരക്ഷകർ എന്ന മട്ടിൽ ഒരു സമ്മർദ്ദം CPM-നും ആ സർക്കാരിനുമെതിരെ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ കുറച്ചൊന്ന് ഒരു മയത്തിലല്ലേ അഷ്റഫ് അലി പോകുന്നത്? അതല്ലേ അൻവർ പറയുന്നത്? ഈ വിഷയത്തിൽ നമുക്കറിയാം CPM എത്രമാത്രം വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന്. CPM അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ചർച്ച ഇങ്ങനെ മുസ്ലിം ലീഗിലേക്ക് വഴിവിട്ടാലൊന്നും തന്നെ ആ പ്രതിസന്ധി മാറുന്ന ഒന്നല്ല. കേരളത്തിൽ BJP-യുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ഭരണകൂടത്തിനകത്ത് RSS ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകുന്നു. അതാണ് ശ്രീ ഉമേഷ് ബാബുവിടെ വളരെ കൃത്യമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുസ്ലിം ലീഗ് ഇതിലൊന്നും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ല. ഞങ്ങൾ നേരത്തെ, ഞാനിവിടെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം, താമർ ജിഫ്രിയുടെ വധമുണ്ടായതിനു ശേഷം, ഡാൻസ് ഓഫ് ടീമിന്റെ വിഷയങ്ങൾ നടന്നതിന് ശേഷം മലപ്പുറം ജില്ലയിൽ ഈ സുജിത് ദാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായും സമരത്തിലൂടെയും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും ഒക്കെ ഈ ജനത്തെ ബോധ്യപ്പെടുത്തിയതാണ്. ആ ബോധ്യപ്പെടുത്തിയ സംഗതികളുടെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഒരു ഭരണപക്ഷ MLA എന്ന രീതിയിൽ അൻവർ നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും അൻവറിനെ പോലെ ഒരാൾ CPM-ന്റെ സ്വതന്ത്ര MLA ആയി പ്രവർത്തിക്കുന്ന ഒരാൾ പറയുമ്പോൾ ലഭ്യമാകും. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് അൻവറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് സുജിത് ദാസ് ഒന്നുമല്ല, അത് പിണറായി വിജയനിലേക്ക് എത്തുമെന്ന്. ഇപ്പോഴത് പിണറായി വിജയനിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. ഇവിടെ സൂചിപ്പിക്കാൻ ഉള്ളത്, അൻവർ ഉന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മെറിറ്റോറിയസ് ആയ കാര്യങ്ങളിൽ ഇവിടെ എല്ലാവരും വളരെ ശക്തമായി ആ വിഷയത്തിന്റെ കൂടെയുണ്ട്. അതേസമയം CPM ഉണ്ടോ എന്നുള്ളതാണ്. ദിവസങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അഷ്റഫ് അലി, ഞാൻ ചോദിക്കുന്നത്, അൻവർ പാർട്ടിയുമായി തെറ്റി, അൻവറിന്റെ മുന്നോട്ടുള്ള പോക്കിനി അങ്ങേയറ്റം പ്രയാസകരമായ ഒന്നാണ്. കാരണം അദ്ദേഹത്തിന് ഗ്രൗണ്ട് ഒരർത്ഥത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അൻവറിനെ
തീവ്രവാദത്തിൻ്റെ മതത്തിൻ്റെ ചാപ്പയടിച്ച് കോർണർ ചെയ്യാൻ ടാർണിഷ് ചെയ്യാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രം ദ വെരി ബിഗിനിങ്. ആദ്യം അദ്ദേഹം കള്ളക്കടത്തുകാരുടെ മലപ്പുറത്തെ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആക്കിക്കൊണ്ടുള്ള നായ്ച്ചൂളം മുഖ്യമന്ത്രി വിളിച്ചു കൊടുക്കുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സൈബർ സ്പേസും പാർട്ടിയും എല്ലാം വന്ന് അദ്ദേഹത്തെ അടിച്ച് ഫിനിഷ് ആക്കുകയാണ്. അപ്പോൾ അൻവർ ദുർബലനായാൽ പിന്നെ ഈ ഇഷ്യൂ ആര് ടേക്കപ്പ് ചെയ്യും? ആര് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യും? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ അർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ? കാരണം ഈ സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ഘടനയുടെ അടിവേരിളക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങൾ എടുക്കുന്നുണ്ടോ വിഷയം എന്നുള്ള ചോദ്യം? അതോ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് വല്ലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ കൊടുക്കുന്ന സൗണ്ട് ബൈറ്റ്സ് അതിൽ അവസാനിപ്പിക്കുകയാണോ? നിങ്ങളുടെ തന്നെ ചാനലിന്റെ നിങ്ങളുടെ ചാനലിന്റെ റെക്കോർഡ് റൂമുകളിലുള്ള ആർക്കൈവ്സിലുള്ള നിങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. മുസ്ലിം ലീഗിന്റെ എത്രയെത്ര നേതാക്കന്മാർ എന്തെല്ലാം വിഷയവുമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്തെല്ലാം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ എന്തെല്ലാം ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞങ്ങൾ ഈ വിഷയം ഒരു അൻവർ പറഞ്ഞപ്പോൾ മാത്രം ഇതിലേക്ക് വന്ന ആളുകളല്ലല്ലോ. അൻവർ അവസാനിപ്പിച്ചാൽ അവസാനിപ്പിക്കുന്നൊന്നല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ശൈലിയും ഞങ്ങളുടേതായ ഇതിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രയാണ വീതിയുമുണ്ട്. അതുള്ളത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങൾ ആ രീതിയിൽ ഞങ്ങളെ പിന്തുണക്കുന്നത്. ഇപ്പോൾ CPM-ന് അത് പറയാൻ സാധിക്കുന്നില്ല, CPM-ന്റെ ഒരു നേതാവിനും പറയാൻ സാധിക്കുന്നില്ല. CPM-ന്റെ ആർക്കെങ്കിലും ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾക്കും പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ? ചർച്ചയിൽ വരുന്നുണ്ടോ? ചർച്ചയിലും വരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് സത്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയനെ ഇന്നലെ PV അൻവർ ഇന്നും ഇന്നലെയുമൊക്കെയായി ആ വിധത്തിൽ ശക്തമായി വിമർശിച്ചിട്ട് എങ്ങനെയാണ് അൻവറിനെ പുറത്താക്കുന്നത്? ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യമാണ്. ശക്തമായി ഒരു PB അംഗമായ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് പാർട്ടി എന്തുകൊണ്ട് ശക്തമായി നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പോലും ശക്തമായി ഞങ്ങളിതാ പ്രതികരിക്കുന്നു, ഇത്ര ശക്തി പോരെ എന്ന് പറഞ്ഞ ചോദിച്ച മാധ്യമപ്രവർത്തകനെ ട്രോളിക്കൊണ്ടാണ് അൻവർ ഇനി CPM-മായി ബന്ധമില്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ കേരളം ഭരിക്കുന്ന ഇതിനൊക്കെ നടപടിയെടുക്കാൻ മാത്രം ശക്തമായ സംവിധാനമുള്ള ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ BJP-ക്കും RSS-നും അടിമവേല ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ ഇതാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറ്റൊരു മുന മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നക്കാരനുമല്ല, യാതൊരു വിധത്തിലുള്ള ഭീഷണിയുള്ള ആളുമല്ല. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വഴിയിലിട്ട് അൻവർ ആഫ്രിക്കയിലേക്ക് വീണ്ടും സ്വർണ്ണഖനനത്തിന് വേണ്ടി പോയാലും ശരി, ഈ വിഷയങ്ങളെ ശക്തമായി ഇടപെടാനും ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങളുമായി മുന്നോട്ട് പോകാനും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനും ഈ സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഞങ്ങൾ എടുക്കേണ്ട നടപടികൾ എടുക്കണമെങ്കിൽ ആ നടപടി എടുക്കാനുമൊക്കെ ഞങ്ങൾ ശക്തമായി തന്നെ രംഗത്തുണ്ടാകും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ജനങ്ങളുടെ കൂടെ ഈ വിഷയത്തിന്റെ മെറിറ്റിനനുസരിച്ച് ശക്തമായി ഉള്ളയാളാണ്. ശരി. അല്ലപ്സിയും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റജി ലൂക്കോസ് ഈ MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ സവിശേഷമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണെന്ന സംശയം എല്ലായിടത്തും ചിതറിക്കിടക്കുന്നുണ്ട് എന്നത് നിങ്ങൾ കാണേണ്ടതല്ലേ? അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അതൊരു പ്രധാന സംഗതിയാണ്. ഇപ്പോൾ ADGP അജിത് കുമാറിന് വെറുതെ പോയാൽ ഒരു IPS ഓഫീസർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദത്താത്രേയ ഹോസ്പിറ്റലിൽ കാണാൻ സമ്മതിക്കും? ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ആരുടെ സന്ദേശവാഹകനായിട്ടാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം വരുമ്പോൾ സംസാരിക്കാനുള്ള വിഷയം എന്താണ് എന്നതിൻ്റെ മെറിറ്റിനെ അടയാളപ്പെടുത്തി അനുസരിച്ചായിരിക്കുമല്ലോ അദ്ദേഹത്തിന് അവസരം കിട്ടുക. അപ്പോൾ അതിൽ ഗുരുതരമായ സംശയമുണ്ട്. ആ സംശയത്തെ ദൂരീകരിക്കാതെ നിങ്ങൾ എങ്ങോട്ട് പോകും? എവിടെ വരെ പോകാൻ പറ്റും റജി? തികച്ചും ദുർബലമായൊരു ചോദ്യം അത്. കാരണം ADGP അജിത് കുമാർ ദത്താത്രേയ ഗോസ്വാമിയെ പോയി കണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും സഹായം കിട്ടാൻ മാത്രമുള്ള ദുർബലനോ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയൊരു ഗതികെട്ട പാർട്ടിയാണോ ഈ CPM എന്ന് ചോദിക്കുന്നതിനുള്ള ആ ഒരു ചോദ്യം മാത്രമേ അതിന് മറുപടി ഉള്ളൂ. അതിന് വേറെ എന്തെല്ലാം മാർഗമുണ്ട്? നിങ്ങൾ ഈ പറയുന്ന വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിച്ചാൽ എന്തെല്ലാം മാർഗമാണ്? അത് തന്നെയുമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വേട്ടയാടി CPM-ന് കേന്ദ്രത്തിലെ BJP-യുമായി ധാരണ ഉണ്ടാക്കാൻ ഇടനില നിൽക്കാൻ അജിത് കുമാർ എന്താ മോശം കക്ഷിയാണോ? ചെറിയ ആളാണോ? CPM-ന്റെ PB അംഗം പോയിട്ടാണോ പിന്നെ RSS-മായി ഒരു ധാരണ ഉണ്ടാക്കണമെന്നുണ്ടാക്കുക? അല്ല, ഞാൻ പറഞ്ഞത് ആരോപണത്തിന്റെ കാര്യമാണ്. അതെന്താ അദ്ദേഹം ഉണ്ടാക്കിയ ധാരണ ഉണ്ടാവില്ലേ? അല്ല, അത് ശരിയാന്നേ. അല്ല, അജിത് കുമാർ നിങ്ങൾക്ക് വലിയ ആളായിരിക്കും. അജിത് കുമാറിനെ നിങ്ങൾ മഹത്വവൽക്കരിച്ചുകൊണ്ട് വാർത്തകൾ ചമയ്ക്കുന്നില്ലേ? CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഇത് കേൾക്കൂ. ഞാനൊന്ന് പറഞ്ഞു. അവരൊന്നും സംസാരിച്ചപ്പോൾ നിഷാദ് മിണ്ടിയില്ലല്ലോ. എനിക്കും സംസാരിക്കാനുള്ള അവസരം തരൂ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളുടെ പാർട്ടീനെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഓടിക്കണമെന്ന്, അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി അവസാനം നാണം കെട്ട RSS അത് അവരുടെ വിചാരധാരയില്ല. ഇപ്പം അതുകൂടെ പറഞ്ഞേക്കാം.
RSSന്റെ ബൈബിളായ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നതൊക്കെയാണ്. അതിനകത്ത് ഒന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കേണ്ടതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായം, രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാർ, നാലാമത് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ കേരളത്തിൽ ഇത്രയും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ CPM തകർക്കാൻ വേണ്ടി സകല അന്വേഷണ ഏജൻസികളെയും ഇങ്ങോട്ട് ഇറക്കി വിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും സർക്കാരിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSSും BJPയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടുന്നു പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുന്നവർ പോലും നിങ്ങളെ വിശ്വസിക്കുന്നില്ല. കൂട്ടുകൂടുന്നില്ല എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ. ഇപ്പൊ RSS അവരുടെ ബെഞ്ച് ഓഫ് തോട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ പാർട്ടി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ കരട് നേരേഖയിൽ പറയുന്നുണ്ട് RSS ഒരു ഫാസിസ്റ്റ് രൂപിയായ സംഘടനയാണ്, അതിന്റെ നയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് BJP നിറഞ്ഞു കളിക്കുകയാണ്, അത് ഈ നാടിന്റെ ഘടന തകർക്കുകയാണെന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളായ ADGP അജിത് കുമാർ RSS ഓഫീസിൽ കയറി ഇറങ്ങുകയാണ്. ആ അജിത് കുമാറിനെ നിങ്ങൾ പുണർന്നേ പിടിച്ചിരിക്കുകയാണ്, വിടില്ല എന്ന മട്ടിൽ. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ പുസ്തകത്തിൽ എഴുതി. ആർക്ക് വേണം ഇതൊക്കെ? നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേ, എന്നിട്ട് നമുക്ക് വർത്തമാനം പറയാം, അതല്ലേ നല്ലത്. ഞങ്ങൾ ഈ രാജ്യത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻസർ ഈസ് വെരി സിമ്പിൾ. ഞങ്ങളുടെ അന്തരിച്ച പ്രിയങ്കരനായ ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ അവിടെ കൂട്ടുപിടിച്ചുകൊണ്ട് മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ 28 പാർട്ടികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ BJPയുടെ നടുവൊടിച്ച് അവരെ കൂട്ടിനകത്ത് കയറ്റി ആരാന്നറിയോ? ഞങ്ങൾ ഉൾപ്പെടുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ കർഷക സമരമൊക്കെ നേരിട്ടത് എവിടെയാണെന്നറിയോ? ആദ്യം 6 മാസക്കാലം നീണ്ട ബ്രസീലിലാണ്, പിന്നെ 1 വർഷം 8 ദിവസം നീണ്ട ഇന്ത്യയിലാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതിന് മുമ്പിലെ കൊടി ഉയർന്നത് ആരുടെ കൊടിയായിരുന്നു? അതുകൊണ്ട് ഒരു വ്യക്തിയുടെയും ഒരു നേതാവിന്റെയും ഒരു പാർട്ടിയുടെയും ജീവിതം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ചില ശകലങ്ങൾ കൊണ്ട് പൂർത്തിയാവുന്നതല്ല, വർത്തമാനം കൂടി ചേരുമ്പോഴേ അത് പൂർത്തിയാവൂ. ഒരു ജീവിതകഥ, ഒരു വ്യക്തിയുടെ, ഒരു പാർട്ടിയുടെ പ്രവർത്തന വഴി അതിന്റെ ചരിത്രം എല്ലാം വർത്തമാനം കൂടി ചേർത്തേ പൂരിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് പിണറായി വിജയൻ ചരിത്രത്തിൽ RSSനോട് പോരാടിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ RSSനോട് പോരാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുകയാണ് MR അജിത് കുമാർ എന്നതുകൂടി ഓർത്തിട്ട് പറയണം. ഇവിടെ നിൽക്കൂ. ഈ രാജ്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലകളിലോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പിലുള്ള കഥയല്ല ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കഥയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന തിരുത്തു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങളെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച ഒരു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഇന്ത്യയിലെ മുഴുവൻ ഗോതി മാധ്യമങ്ങൾ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും BJP കുഴലൂത്ത് നടത്തിയപ്പോൾ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോയി അനുകൂല വിധി സമ്പാദിച്ച് ഇവിടുത്തെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളെ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിച്ചവരെ മൂലക്കിരുത്തിയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചങ്കൂറ്റമുള്ള ഐക്യനിര പടുത്തുയർത്തിന്റെ പേരിലെന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് നിഷാദിന് പറയാൻ പറ്റുമോ? ഈ ഞങ്ങളെ വേട്ടയാടുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ആരെയാണ് ഇതുപോലെ ആക്ഷേപിക്കുന്നത്? അജിത് കുമാർ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നതും കേരളത്തിലെ നിങ്ങളുടെ ഒരു സീറ്റ് BJP കൊണ്ടുവന്നതുമാണ് കണ്ടത്. നിങ്ങൾ പറയുന്ന RSS വിരുദ്ധത, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് RSSന്റെ കക്ഷത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ നിങ്ങളുടെ ഈ വാചാടോപങ്ങൾ വ്യാജമാണെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഒറ്റ ചോദ്യം നിഷാദിനോട്, ഒറ്റ ചോദ്യം, മറുപടി പറയണം നിഷാദ്. നിഷാദേ, നിങ്ങളെ പോലെയുള്ള ഈ ചാനലുകാർ എന്തെങ്കിലും ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ട് ഒരു ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരു വാർത്ത നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊന്നു കുഴിച്ചുകൂടാൻ ശ്രമിക്കുമല്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ BJPക്കെതിരെ ചലനങ്ങൾ സൃഷ്ടിച്ച ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അനുകൂലമായിട്ടുള്ളൊരു വാർത്ത ഇട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് മീഡിയ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തില്ല? നിങ്ങൾ RSSനെയും BJPനെയും നാവെടുത്ത് 40 വട്ടം നിങ്ങൾ അവർക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്ന നാവ് കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ BJPക്ക് അനുകൂലമായിട്ടൊരു വാർത്ത പോലും ഇട്ടില്ല? ഒരു ചർച്ച നിങ്ങൾ നയിച്ചാൽ, ക്ഷമിക്കണം, CPMന് അനുകൂലമായിട്ടൊരു വാർത്ത നടത്തിയില്ല, ഒരു ചർച്ച നിങ്ങൾ നടത്തിയില്ല. ആ നിങ്ങൾക്കുമില്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മനസാക്ഷിയോട് ചോദിക്കൂ, നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ? ഈ നിങ്ങളുടെ മാധ്യമത്തിന് പോലും വിലക്കേർപ്പെടുത്തിയപ്പോൾ ചങ്കൂറ്റത്തോടെ ഇറങ്ങി വന്ന് വെല്ലുവിളിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഉച്ചവച്ചവരിൽ ഉച്ചൈശ്വരം ശബ്ദിച്ചവരിൽ ഞങ്ങളൊക്കെ ഉണ്ട്. എന്താ കാരണം? അജിത് കുമാറിനെ സംരക്ഷിച്ചുപിടിക്കുന്ന നിങ്ങൾ മഹനീയമായ നിലപാട് പിന്തുടരുന്നവരാണ് എന്ന നിലയ്ക്ക് നമ്മൾ ഈ ചർച്ചയെ മാറ്റണം എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്നവന്റെ 7 അയലൊക്കത്ത് വരത്തില്ല നിഷാദ്. എന്റെ ചോദ്യങ്ങൾ വളരെ ഷാർപ്പാ.
വളരെ കൃത്യമായി രാജ്യം ദർശിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഒപ്പം നിൽക്കും. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനൊപ്പം ഈ ഒന്നാമത്തെ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. മതനിരപേക്ഷത എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളാനാണ് പരിശ്രമിക്കുന്നത് കേട്ടോ പരമാവധി. ആ മതനിരപേക്ഷതയെ ശരിയായി ഏറ്റെടുത്തവരാരുണ്ടോ അവർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടും. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മതനിരപേക്ഷതയുടെ സകല കുത്തകയും കൊടുത്ത് ആ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നൊരു നില മാധ്യമങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. മതനിരപേക്ഷതയെ പിന്തുണയ്ക്കാനേ കഴിയൂ. നിങ്ങളും മതനിരപേക്ഷതയെ വഞ്ചിച്ചാൽ നിങ്ങൾ ആ പിന്തുണയിൽ നിന്ന് പുറത്തായി പോകും. നിങ്ങൾക്ക് മതനിരപേക്ഷതയുടെ ചേരിയിൽ നിൽക്കാം, സകല മനുഷ്യരുടെയും പിന്തുണ കിട്ടും. മുഖ്യധാരാ മാധ്യമങ്ങളെ നശീകരണ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് വിളിക്കാൻ കാരണം ഉണ്ടാവും. പക്ഷേ വിദ്വേഷ യൂട്യൂബർമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒറ്റ ചിരി കൊണ്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ പിണറായി വിജയന് എന്തുമാത്രം മതനിരപേക്ഷത, കേരളം എന്ന ആശയം ഇതിനോടൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് ഒരു തർക്കമുള്ള സംഗതിയായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ചർച്ചയിലേക്ക് വീണ്ടും കെ സി ഉമേഷ് ബാബു, ഈ വിഷയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രമം പരിശോധിച്ചാൽ അതിനകത്ത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രതികരണങ്ങളിൽ പിണറായി വിജയന് സമാനമായ കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും പറയുന്നില്ല. പി ശശിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് പിണറായി വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുണ്ടാവാം. പാർട്ടിയുടെ മുമ്പിൽ പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുക എന്നാണ് പാർട്ടിയുടെ മാർഗം എന്ന് മാത്രമല്ല. RSS നേതാവിനെ കണ്ടതിൽ തൃപ്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ CPIക്ക് തൃപ്തിയില്ലോ, പിന്നെ ഞങ്ങൾക്ക് തൃപ്തിയുണ്ടോ എന്നാണ് നിങ്ങൾ കരുതുന്നത്. CPIM പാർട്ടി എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കുറച്ച് കുഴപ്പത്തിലാണ്, ഇത് നാട്ടുകാർക്ക് കൺവിൻസിങ് ആവുന്നില്ല, നമ്മൾ ചില സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട് എന്നൊരു വിചാരമുള്ളതുപോലെയാണ് പലപ്പോഴും ആ പാർട്ടിയുടെ നേതൃത്വം പെരുമാറി കാണുന്നത്, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ. അതെന്തെങ്കിലും സാധ്യതയുള്ള മുന്നോട്ട് പോക്കിന് സാധ്യതയുള്ള പ്രതികരണമായി എടുക്കേണ്ടതാണോ, അതിന് ആ പാർട്ടി നിർബന്ധിതമാകുമോ? ഇല്ല, എന്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, എനിക്ക് ഇവരെയൊക്കെ പതിറ്റാണ്ടുകൾ മുമ്പ് നേരിട്ടറിയാം, ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ശ്രീമാൻ MV ഗോവിന്ദന് CPIM പോലൊരു കൂറ്റൻ പാർട്ടി, അത് 8 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ നയിക്കാനുള്ള പക്വതയും രാഷ്ട്രീയമായിട്ടുള്ള ഉയർന്ന നിലവാരവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഇങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് EP ജയരാജന്റെ തലക്കുമേലെ കൂടി അവരോധിച്ച ദിവസം തന്നെ ഞാൻ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ സംസാരിച്ചത്. അതാണ് ഇന്നലെ കണ്ടത്. PV അൻവറിനെ നേരിടണം പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളൊന്നും സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ കസേരയിലിരിക്കുന്ന ആളുകൾ വലിയ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും പെരുമാറാനും തയ്യാറാവണം. അങ്ങനെയാണോ പറയാ? അതുകൊണ്ടല്ലേ കയ്യും കാലും വെട്ടു എന്ന് പറഞ്ഞിട്ട് 2024 സ്ത്രീകളടങ്ങുന്ന സംഘം മുദ്രാവാക്യം വിളിച്ചു പോകുന്നു ഒരു വൈകുന്നേരം മലപ്പുറത്തൂടെ? ആണോ? വേറെ ഏതെങ്കിലും പാർട്ടി 2024 അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? നിഷാദ് കേട്ടിട്ടുണ്ടോ? മീഡിയ വണ്ണിൽ ഏതൊക്കെ റിപ്പോർട്ടർമാർ കേട്ടിട്ടുണ്ടോ? ഇത് അനുവദിക്കാൻ പറ്റുമോ? ഇത് തുടങ്ങി വെച്ചതാരാ? അൻവറിനെ ഈ സ്ഥലത്തേക്ക് ഒരു പക്വതയില്ലാത്ത, ഒരു രാഷ്ട്രീയ പക്വതയും വിവേകവും ഇല്ലാത്ത നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള PV അൻവറിനെ ഇന്ന് രാവിലത്തെ തരം പ്രകടനങ്ങളിലേക്ക് കൊണ്ടുപോയതാരാണ്? ഇന്നലത്തെ MV ഗോവിന്ദന്റെ പ്രഖ്യാപനം. അയാൾക്കും ഭയം ഉണ്ടാവില്ല. അയാൾ വലിയ വീരനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനുഷ്യനൊക്കെ ഭയം ഉണ്ടാവും. കൈയും കാലും കൊത്തുന്നൊക്കെ എല്ലാ മുക്കിലും മൂലയിലും CPM പോലൊരു പാർട്ടി പറയുമ്പോൾ ഭയം ഉണ്ടാവും. അതുകൊണ്ട് അയാൾ വേറെ ചില കാർഡുകൾ ഇറക്കാൻ നോക്കുന്നു. അത് പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. കേരളത്തിലെ ഈ മൈത്രിയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞാണ്, എനിക്ക് പാണക്കാട്ട് തങ്ങന്മാരെ വിശ്വാസമുണ്ട്, സുന്നി നേതൃത്വത്തിനുള്ള വിശ്വാസമുണ്ട്, എനിക്ക് കേരളത്തിലെ ഇസ്ലാമിനെയാണെങ്കിൽ അങ്ങനെ വിശ്വാസമുണ്ട്, എനിക്ക് അതുപോലെ കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നാണല്ലോ പ്രകോപനം ഉണ്ടാവേണ്ടത്, അവരിൽ പലരും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അവരതൊക്കെ തെളിയിച്ചിട്ടുണ്ട് സാമൂഹ്യ ജീവിതത്തിൽ. ഇന്നും തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന കണ്ണാടികളിൽ തെളിയിച്ചിട്ടുണ്ട് അവര്. ഷിരൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക്. മഞ്ചേശ്വരത്ത് ഒരു MLA ആണ് ഒരു 2.5 മാസം അവിടെ പാട് കിടന്നത്. അയാളുടെ മണ്ഡലത്തിലല്ല ഈ പറയുന്ന ചെറുപ്പക്കാരൻ. മഞ്ചേശ്വരം എന്ന് പറയുന്നത് ഷിരൂരിന്റെ ഇപ്പുറത്തെ സ്ഥലത്തിന്റെ പേരല്ല, അത് കാർവാറിന് അപ്പുറമാണ്. മഞ്ചേശ്വരത്ത് കടമ്പാറിലെ ഒരു മുസ്ലിം ലീഗ് MLA അവിടെ പോകാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അത് അയാൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിപക്ഷത്തെ മുസ്ലിം ലീഗുകാരന് ഒരു MLA ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ. അതൊക്കെ വലിയ സൂചനകളാണ്. പക്ഷേ ഈ CPMന്റെ നേതാക്കന്മാർ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നു. മാറാൻ പറയണം നിങ്ങളൊക്കെ ചേർന്നിട്ട് അവരോട്. അതാണ്, ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല. രാഷ്ട്രീയത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അൻവറുമായി തർക്കം ഉണ്ടാവും. ആ തർക്കമൊക്കെ ആ നിലയിൽ ജനാധിപത്യപരമായി അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക വേണ്ടത്. അൻവർ മലപ്പുറത്ത് പ്രസംഗിച്ചൂടെ? അയാൾക്ക് അൻവറിനല്ല, നിഷാദിനോ എനിക്കോ പ്രസംഗിച്ചൂടെ?
അങ്ങനെ പാർട്ടി എതിർക്കുന്നവരെ പ്രസംഗിക്കാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല, അവർ എഴുതാൻ പാടില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിഷാദിനൊന്നും അത് മനസ്സിലാവില്ല, മീഡിയ ആർക്കും മനസ്സിലാവില്ല. ഒരുപക്ഷെ എന്റെ പഴയ സുഹൃത്തുണ്ട് PT നാസറോട് ചോദിച്ചാൽ മതി, നിങ്ങൾ പോയിട്ട്, അങ്ങേർക്കത് മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ്, എഴുതാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, പൊതുയോഗത്ത് പോകാൻ പാടില്ല, അക്കാഡമികളിൽ പോകാൻ പാടില്ല, സാഹിത്യ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യർക്ക് സഹിക്കാനാവാത്ത ഫാസിസ്റ്റ് നിലപാട് ഇപ്പോഴും ഈ 2024 കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ്. MM വിജയൻ മാഷ വേട്ടയാടി നശിപ്പിച്ച പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CPM കാര്യങ്ങളെ ശരിയാം വിധത്തിലല്ല അതിനെ അഡ്രസ് ചെയ്യുന്നത്. അതിനെ ഇപ്പോഴും പഴയ നൂറ്റാണ്ട് ശൈലിയിൽ കൈകാര്യം ചെയ്ത് കളയാമെന്ന വ്യാമോഹം CPM ഉണ്ട് എന്നതാണോ? ഇതിനകത്ത് അഷ്റഫ് അലി ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ PV അൻവർ അദ്ദേഹം പലതരം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് നേരത്തെ KC ഉമേഷ് ബാബു പറഞ്ഞത്. അദ്ദേഹം മുസ്ലിം രാഷ്ട്രീയം സംസാരിക്കുന്നു, തൻ്റെ വിശ്വാസത്തെ CPIM ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നു, തൻ്റെ ആരാധനാക്രമത്തെ CPM അസഹിഷ്ണുതയുടെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു, കമ്മ്യൂണിറ്റിയെ ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിലുള്ള നയപരിപാടികളുമായി പോകുമെന്ന് പറയുന്നു. അൻവർ പുതിയ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി എങ്ങനെയാണ് ആ നീക്കത്തെ കാണുന്നത്? അൻവറിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ അതിനോടുള്ള അവരുടെ പ്രതികരണം എന്താണ്? CPMന്റെ അൻവർ തീവ്രവാദിയാണ്, അൻവർ മതരാഷ്ട്രവാദികളുടെ കയ്യിലെ കളിപ്പാവയാണ്, അൻവർ മതേതരത്വത്തിന് കളങ്കമുണ്ടാക്കുന്നയാളാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? CPMന്റെ ഇപ്പോൾ ഉമേഷ് ബാബു ഇവിടെ സൂചിപ്പിച്ച CPMന്റെ ഒരു കൾച്ചറൽ ഫാസിസത്തെ കുറിച്ച് നിരവധിയായ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതിന്റെ മറ്റൊരു വേർഷനാണ് CPMന്റെ ഈ രൂപത്തിലേക്ക് ചാപ്പകുത്തൽ. ഇത് ഏൽക്കാത്തവരാരാണുള്ളത്? മീഡിയ വണ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന എനിക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയോ ആളുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു വിഷയത്തെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരിതിനെ ചാപ്പകുത്തിക്കൊണ്ട് ഒരു മത തീവ്രവാദ രീതിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് CPMന്റെ സെക്രട്ടറി മുതൽ ഇന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളിൽ സംസാരിക്കുമ്പോൾ അവർ എഴുതുമ്പോൾ അവർ പാർട്ടിയുടെ നയനിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ഇറക്കുമ്പോഴൊക്കെ പറയുന്നത് അൻവർ ഈ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നു മുതലാണ് അൻവർ അങ്ങനെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്? CPMനെതിരെ തിരിഞ്ഞപ്പോ, മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞപ്പോ, അവരുടെ പാർട്ടിയിലെ ഈ രീതിയിലുള്ള സംഘപരിവാറിന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നയനിലപാടുകൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴാണ് അൻവർ ഈ രീതിയിലേക്ക് ആഗ്രഹിമാറിയത്. ഇത് CPMന്റെ ശീലം ശൈലിയാണ്. SFI മുതൽ DYFI മുതൽ അവരുടെ എല്ലാ ഘടകങ്ങളും അനുവർത്തിച്ചു പോരുന്ന, പാലിച്ചു പോരുന്ന ഒരു നയനിലപാടാണ്. ക്യാമ്പസുകളിലാണെങ്കിൽ SFI ഈ രീതിയിലേക്ക് മറ്റു പാർട്ടിക്കാരെ ചേർത്തുകൊണ്ട് അവരെ പെൺവാണിഭക്കാരായിട്ടോ സ്ത്രീകളെ ആക്രമിക്കുന്നയാളൊക്കെ മാറ്റും. യഥാർത്ഥത്തിൽ അക്രമകനുള്ള SFIക്കാരായിരിക്കും. ഈ ഒരു നയം തന്നെ CPM ഇവിടെ സ്വീകരിക്കുകയാണ്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോകുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ? അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിലെ യാഥാർത്ഥ്യബോധമുള്ളതിന്റെ കൂടെ കേരളത്തിലെ ആ ഉയർന്ന രാഷ്ട്രീയ ചിന്തയുള്ള RSS വിരുദ്ധ മനോഭാവമുള്ള എല്ലാവരും നിൽക്കും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഏതെങ്കിലും തരത്തിൽ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായ UDFനെയോ മുസ്ലിം ലീഗിനെയോ ഒന്നും ഒരു തരത്തിലും അത് പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യങ്ങളുമില്ല. അൻവറിനെ കുറിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ എല്ലാവർക്കും പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്, അദ്ദേഹം ഇനി തുടർന്നെടുക്കുന്ന നയങ്ങളും നിലപാടുകളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന്റേതായ രീതി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണെന്നോ പ്രയാസമുള്ള കാര്യമാണെന്നോ. മലബാറിൽ നാളെ തിങ്കളാഴ്ച അദ്ദേഹം കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. മലബാറിലെ മൈനോറിറ്റി പൊളിറ്റിക്സിനകത്തൊന്ന് പയറ്റാമെന്നാണ് അൻവർ തീരുമാനിച്ച മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഇടപെടാമെന്ന അൻവറിൻ്റെ ആത്മവിശ്വാസം അൻവർ ടേക്കപ്പ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഗ്രാവിറ്റിയുള്ള വിഷയമാണ്. അതിൽ അൻവർ ഉന്നയിക്കുന്നത് ശരിയായ സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അതാണ് അൻവറിൻ്റെ ഉറപ്പ്. അപ്പോൾ അൻവറിന് മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് അതിലുണ്ട്. നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാവേണ്ട കാര്യമാണ് അത് എന്നാണ് ഞാൻ പറയുക. അതിൽ ഇങ്ങനെ പോയാൽ പോരാ. അല്ല, അൻവർ മുന്നോട്ട് പോട്ടെ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ ഒരു മുസ്ലിം ലീഗുകാരൻ ഇരുന്നിട്ട് RSSകാരന് കയറി മേയാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രതലം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നല്ലല്ലോ അൻവർ പറയുന്നത്. അങ്ങനെ ആകുമ്പോഴേ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമുള്ളൂ. അല്ലാത്ത വിധത്തിൽ ഞങ്ങൾക്കത് പ്രശ്നമില്ല. അൻവർ പറയുന്ന രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അൻവർ പറയുന്ന CPMന്റെ ഈ RSS അനുകൂലമായിട്ടുള്ള നയനിലപാടുകളെക്കുറിച്ചും അൻവർ പറയുന്നതിന് മുൻപേ പറഞ്ഞ ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ളത് അത് ബാധിക്കുന്ന പ്രശ്നമല്ല. ആ അൻവർ അത് ഇട്ടേച്ചു പോയാലും ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, അൻവർ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിസന്ധിയിലായി ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അൻവർ പറയുന്നത് മുസ്ലിം വിഷയം മാത്രമാണോ?
അൻവർ മലപ്പുറത്തൊരു വിഷയം പറയുമ്പോൾ അതൊരു മുസ്ലിം വിഷയമാണോ? മലപ്പുറത്തെ എന്നല്ല, കേരളത്തിലാകമാനമുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിലുള്ള പോലീസിലുള്ള ക്രിമിനൽ വൽക്കരണവും RSS വൽക്കരണത്തെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. ഇതിന് മുൻപേ ഡോക്ടർ MK മുനീറിനെ പോലെയുള്ള ആളുകൾ പ്രത്യേക സബ്മിഷനായി നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. തത്വമസി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക് എന്നുള്ളത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് അൻവറിന്റെ ഈ ആരോപണങ്ങൾ ഏറ്റവും അധികം കൃത്യമായും ചെന്ന് തറക്കുന്നത് പിണറായി വിജയനിലാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഠിച്ചിട്ട് മറുപടി പറയാം അൻവർ എന്ന് പറയുന്നത്? അന്വേഷണമാവട്ടെ, ഒന്നിന് ദീർഘദിവസങ്ങൾ 6 മാസത്തോളം സമയമുണ്ട്, 1 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ്. അതിനകത്ത് തന്നെ ആ പൂർത്തിയാക്കേണ്ട അന്വേഷണമുള്ള 1 മാസം കൊണ്ട് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഇപ്പോൾ കുറച്ച് അസ്വസ്ഥരാണ് എന്ന മുഖവരയോടെയാണ് അൻവറിന്റെ പരാതിയെ കാണുന്നത്. രണ്ടാമത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങളെയും ഞങ്ങൾ തള്ളുകയാണ്, അതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ട് വരാനാണ്? സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അല്ല നിഷാദെ, കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്. വിമാനത്താവളത്തിൽ കയറാത്ത മലയാളി ഇപ്പം കേരളത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഈ മനുഷ്യൻ്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുക. എന്താ കാരണങ്ങൾ? സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ, കസ്റ്റംസുകാരുടെ അടുത്തു നിന്നും പിടിക്കപ്പെടാതെ പുറത്തു വന്ന് പോലീസ് പിടിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് കസ്റ്റംസിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭൂലോക മണ്ടത്തിലാണ് മനുഷ്യൻ പറഞ്ഞത്. കസ്റ്റംസിൻ്റെ സർവൈലൻസിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നത് കസ്റ്റംസാണ് അതിൻ്റെ കുറ്റവാളികൾ. ഒരു തരി സ്വർണ്ണമോ എന്തെങ്കിലും പുറത്തു വരണമെങ്കിൽ അവരുടെ സ്കാനിങ് മെഷീനിലൂടെ റീഡ് ചെയ്യാണ്ട് പുറത്തു വരുമോ? കേരളത്തിൻ്റെ അവരുടെ ജൂറിഡിക്ഷന് വെളിയിലുള്ള എയർപോർട്ടിന് വെളിയിൽ വന്ന് പിടിക്കപ്പെടുന്ന കേരള പോലീസ് പിടിക്കപ്പെടുന്ന സ്വർണ്ണം നേരെ ഹാജരാക്കേണ്ടത് എവിടെ ഹാജരാക്കേണ്ടത്? അത് കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം 2 വീഡിയോ അദ്ദേഹം കാണിച്ചു. 2 കള്ളക്കടത്തുകാർ, സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വ്യക്തികളുമായിട്ട് 2 വീഡിയോ അദ്ദേഹം കാണിച്ചു. എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ പറ്റും? അവർ പറയുന്നത് 950 ഗ്രാമാണ്. എന്ത് എവിഡൻസാണ് ഉള്ളത്? അപ്പോൾ ഇവരുമായിട്ടൊക്കെയുള്ള അൻവറിൻ്റെ ബന്ധം എന്താണ്? അപ്പോൾ പല കാര്യങ്ങളും സംശയിക്കണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ കറക്റ്റ് അല്ലേ? ഇദ്ദേഹത്തിന് ബന്ധമാണ് എന്താണ്? ഒറ്റ കാര്യം കൂടെ എനിക്ക് മറുപടി പറയാൻ സമയം കിട്ടും. ഇവിടെ അഷ്റഫ് അലി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുക. എൻ്റെ അഷ്റഫ് അലി പറയുമ്പോൾ സ്വയം ഒന്ന് തിരിച്ചു ചിന്തിക്കണം. ഇന്ത്യൻ പാർലമെന്റിലെ 2 നിർണായക വോട്ടെടുപ്പിൽ നിന്നും നിങ്ങളുടെ MP-മാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് വിമാനം കിട്ടിയില്ലെന്നും ബിരിയാണി കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിർണായകമായ 2 വോട്ടെടുപ്പിലൂടെ ഒന്ന് വിട്ടു നിന്ന് നിങ്ങൾ BJP കേന്ദ്ര സർക്കാരെ സഹായിച്ചവരാ. നിങ്ങൾ 2016 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശയം ഈ പറയുന്ന BJP-യുടെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടപ്പോൾ അതിനൊരു ഒരു അക്ഷരം പോലും ഉണ്ടാകാതെ മൗനമായിട്ട് നിങ്ങൾ പിന്തുണച്ചു. നിങ്ങളുടെ സഖ്യകക്ഷിയെ കോൺഗ്രസ് അതിനെ പരസ്യമായിട്ട് പിന്തുണച്ചു. ഈ അടുത്ത ദിവസം മന്ത്രിസഭാ യോഗം നടത്തപ്പോൾ അതിന് അംഗീകാരം കൊടുത്തപ്പോൾ ലജ്ജയോടുകൂടിയല്ലേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയേ? നിങ്ങൾ എന്ത് RSS BJP-യെ കുറിച്ച് പറയുന്നു? കേരളത്തിൽ പരസ്യമായിട്ട് RSS BJP-യായിട്ട് കൂട്ടുകൂടിയ നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ ഉളുപ്പില്ലാത്തത്? PV അൻവർ എന്ന് ഭീഷണി ഉയർത്തിരിക്കുന്ന ആർക്കെതിരെയാ? നിങ്ങളുടെ പാർട്ടിക്കെതിരെയാണ്. ഇന്ന് അദ്ദേഹം ലജ്ജയില്ലാതെ ഒരു മത തീവ്രവാദി പോലും പറയാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച PV അൻവർ ലക്ഷ്യമിടുന്ന പക്ഷമേതാ? നിങ്ങളുടെ പക്ഷമാണ്. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും എന്താ പറയുക ഒരു മതേതര പാർട്ടിയായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഒരിക്കലും വിശദീകരിക്കാമോ? പറഞ്ഞ മതതീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? നിസ്കരിക്കുമെന്ന് പറഞ്ഞതാണോ മതതീവ്രവാദമായി പറയുന്നത്? അൻവർ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതാണോ മതതീവ്രവാദം പറയുന്നത്? നിങ്ങൾ അതൊന്ന് പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ CPM-ന്റെ ഈ ചാപ്പേടിയെ കുറിച്ച് പറഞ്ഞല്ലോ. അൻവർ ഇന്ന് മതതീവ്രവാദിയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാനിവിടെ ചോദിക്കുന്നു, നിങ്ങൾ കൃത്യമായി പറയണം. നിങ്ങൾ കേരളത്തിലെ ഒരു ചാനൽ വന്നുകൊണ്ട് എന്തെങ്കിലും വിധത്തിൽ പറഞ്ഞു പോകരുത്. അൻവർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും നിലപാടുകളും എന്താണ്? നിങ്ങൾ വ്യക്തമാക്കൂ. നിങ്ങൾക്ക് പറയാൻ മറുപടി ഇല്ലാത്തപ്പോ മനുഷ്യരെ നിങ്ങൾ ചാപ്പേടിക്കുന്നത് ശരിയല്ല. നിങ്ങൾ പറയൂ, നിങ്ങൾ കൃത്യമായി പറയൂ. നിങ്ങൾ നിങ്ങൾ ചാനൽ വന്ന് എന്തെങ്കിലും പറഞ്ഞു പറയാൻ പറ്റില്ല. നിങ്ങൾ ഏതൊരു മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ കൂടെ ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ ഇരുന്ന ഒരു MLA നിങ്ങൾ മതതീവ്രവാദിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം മതതീവ്രവാദിയാണെന്ന് തെളിയിക്കാനുള്ള എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് തെളിവ് നിങ്ങൾ പറയണ്ടേ? നിങ്ങളും ഒറ്റ രാജ്യം നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് പറയും. ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? അതൊക്കെ ഞാൻ മറുപടി പറയാം. അതൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ സൂചിപ്പിച്ച ഈ ചാനൽ ചർച്ചയിൽ നിങ്ങൾ സൂചിപ്പിച്ച അൻവർ തീവ്രവാദിയാണ് എന്ന് ചാപ്പയടിക്കാൻ കഴിയും വിധത്തിൽ എന്താണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം.
പറയട്ടെ. അല്ല, നിഷാദ്, അൻവർ ഇന്ന് പറഞ്ഞ എന്താണ്? ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം 5 നേരം നമസ്കരിക്കും. അദ്ദേഹം ശരി, CPM ശരി, ശരി, ശരി. അല്ല, അഷ്റഫ് അലി, ഓക്കെ. അഷ്റഫിന്റെ പോയിന്റ് ഉണ്ട്. അഷ്റഫിന്റെ പോയിന്റ് ഉണ്ട്. നിങ്ങളത് പറയേ അല്ലല്ല, അഷ്റഫലിന്റെ പറയട്ടെ. എന്റെ ചോദ്യം പറയേ. ഞാനല്ലേ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ശരി. യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. അല്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യത്തിൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യത്തിൽ ചോദ്യങ്ങളുണ്ട്. പക്ഷേ RSSനെതിരെ RSSനെ എതിരിടുന്നവരാര്, ഏതൊക്കെ പാർട്ടികൾ മതനിരപേക്ഷം എന്നൊക്കെ ഇപ്പൊ CPM സർട്ടിഫൈ ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അജിത് കുമാർ അകത്തിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സർട്ടിഫൈ ചെയ്യാൻ എന്തുമാത്രം യോഗ്യതയുള്ള ഏജൻസിയാണ് എന്ന കാര്യം ഒന്ന് ആലോചിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇതിനകത്ത് ശ്രീ KC ഉമേഷ് ബാബു ഈ മറ്റ് പല വിവാദങ്ങളെയും പോലെ ഉയർന്നു പൊന്തുകയും ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ മുന്നിൽ നിന്ന് ഞങ്ങളെ നിങ്ങൾ ഏത് ലാംഗ്വേജ് വെച്ചാൽ വിമർശിക്കുന്നത്? അത് നിങ്ങൾ മാത്രമല്ല, അങ്ങനെ മുന്നിൽ നിന്ന് ഒരുപാട് പാർട്ടികളുണ്ട്. നിങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് പാർട്ടികൾ മതനിരപേക്ഷ ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ പണിയെടുത്തവരുണ്ട്. നിങ്ങൾ മാത്രമല്ല, സാധാരണ മനുഷ്യന്മാർ അതിൽ പണിയെടുത്തവരുണ്ട്. ശരി 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 ശ്രീ KC ഉമേഷ് ബാബു, ഇതൊരു സാധാരണ വിവാദം പോലെ ഉയർന്നു പൊന്തുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ താഴ്ന്നു പോവുകയും അവസാനിക്കുകയും ചെയ്യും എന്ന മട്ടിലാണ് CPM കൈകാര്യം ചെയ്തത്. കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ തൂങ്ങിക്കോ എന്നൊക്കെയുള്ള മട്ടിൽ. സത്യത്തിൽ അങ്ങനെ അവസാനിച്ച് പോകുമെന്ന് ആശ്വസിക്കാൻ തക്കവണ്ണമുള്ളതേ ഉള്ളൂ ഈ വിവാദത്തിനകത്ത് CPMനെ സംബന്ധിച്ച്. കാരണം അവർക്കൊരു പ്രധാനപ്പെട്ട കക്ഷിയായ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡറായ RSSന് ഇതിൽ മിണ്ടരുത്, ഇത് അവസാനിച്ച് പോകണമെന്ന ആഗ്രഹവും കൂടി ഉണ്ടെന്ന് ഓർക്കണം. അല്ല, അതിപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ അജിത് കുമാർ, ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്ക് വേണമെങ്കിൽ തിരുത്താം, ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിടത്തോളം ഈ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്ക് RSSുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് വ്യക്തിപരമായിട്ട്. അത് എന്നെ സംബന്ധിച്ചൊരു തെറ്റല്ല. ഇന്ത്യയിലെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യ ഭരിക്കുന്ന സംഘടനയുടെ എന്താ പറയേണ്ടത്, സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ ആ സംവിധാനമായിട്ട് ഒരു പോലീസ് ഓഫീസർക്ക് ബന്ധമുണ്ടാവാം, തെറ്റല്ല അത്. പക്ഷേ ഇതിനെല്ലാം എതിരായിട്ട് ഇപ്പൊ റജി വരെ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇന്ത്യയിലെ സംഘപരിവാര രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിക്കുന്ന ഞങ്ങൾ മാത്രമാണ് എതിർക്കുന്നത് എന്നാണല്ലോ. ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ, അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായ നാട്ടിലെ ഈ പോലീസുകാരൻ ഈ RSS നേതാക്കന്മാരെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരുന്നത് എന്തിനാണ്? ഞാൻ നേരത്തെ അതിന്റെ കാര്യം പറഞ്ഞിട്ട്, വെറുതെ ഒന്നും അവരെ കാണാൻ കഴിയില്ല, അനുവദിക്കില്ല അവര്. ഈ റാം മാധവ് പോലും അനുവദിക്കില്ല ഒരു ഇന്റർവ്യൂ. നിങ്ങൾക്ക് നോക്കൂ നിങ്ങൾ. അപ്പോ അതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് തൃപ്തികരമായി കേരളത്തോട് വിശദീകരിക്കാൻ കഴിയാത്ത ദിവസം വരെയും അവർക്ക് ഈ വിശ്വാസ്യത CPMന് വീണ്ടെടുക്കാനാവില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ, പാർട്ടിക്കാർക്കിടയിലല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് CPIയും അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിന്റെ മനസാക്ഷി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മിക്കവാറും അജിത് കുമാറിനെയും RSSനെയും ഒക്കെ അനുനയിപ്പിക്കാനുള്ള ഒരു സാവകാശമാണ് പിണറായി വിജയൻ തേടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ പതുക്കെ അദ്ദേഹത്തിന്റെ കൂടി ഒരു സമൂഹത്തോടുകൂടി കുറച്ചുകൂടി ശക്തമായ, കുറച്ചുകൂടി മെച്ചപ്പെട്ട കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കാവുന്ന മറ്റെന്തെങ്കിലും ലാവണങ്ങളിലേക്ക് കൊണ്ടുവച്ചിട്ട് പ്രശ്നം അവസാനിപ്പിക്കാനായിരിക്കും അവരാലോചിക്കുന്നുണ്ടാവും. അതിനുള്ളൊരു സമയം വാങ്ങിച്ചെടുക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അൻവർ മതതീവ്രവാദിയാണെന്ന് പറഞ്ഞ് ആക്രമിച്ച് അയാളെ നശിപ്പിക്കാനുള്ള പണികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കിയാണ്, എന്താണ് CPM അതിനകത്ത് സമയമെടുക്കുന്നു വിചാരിക്കണം, മാറ്റാതെ തരമില്ല എന്ന അവസ്ഥയെ CPM അഭിമുഖീകരിക്കുന്നുള്ളൂ. പക്ഷേ അവർ ആരോടാണോ അവർക്ക് സംസാരിക്കുന്നവരോടുള്ള സമയം എടുക്കുന്നു എന്നാണ് ഒരു ഭാഗത്തുള്ള ഒരു വാദം. എന്തായാലും CPM ഏതൊക്കെ വിശദീകരിച്ചാലും ആരെയൊക്കെ ആക്രമിച്ചാലും ഒരു ചോദ്യം മുഴച്ചു നിൽക്കുന്നുണ്ട്, RSSുമായിട്ടുള്ള നിങ്ങളുടെ ഈ അനുനയത്തിന്റെ കാരണം എന്താണ് എന്ന ചോദ്യം. താങ്ക് യു ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ റജി ലൂക്കോസ്, അഷ്റഫ് അലി ചർച്ചയിൽ പങ്കെടുത്തതിന് അവരുടെ വേണം. ഇനി ഷാർട്ട് കാണാം. അമൃത പടിക്കാൽ ചേരും. നമസ്കാരം.